സർക്കാർ ഫണ്ട് വൈകുന്നതോടെ ദേശീയ ഗെയിംസിനായി സ്വന്തം ചെലവിൽ പരിശീലനം നടത്തുകയാണ് കേരള ഹാൻഡ്ബോൾ വനിതാ ടീം. ഉത്തരാഖണ്ഡിൽ 27-ാം തീയതി മത്സരം ആരംഭിക്കാനിരിക്കെ ടീം അംഗങ്ങൾക്കുള്ള വിമാന ടിക്കറ്റുകൾ പോലും എടുത്തിട്ടില്ല. കഴിഞ്ഞ തവണത്തെ ഗ്രാന്റ് പോലും ലഭിച്ചിട്ടില്ലെന്നും യുവതാരങ്ങൾ ആരോപിക്കുന്നു. കഴിഞ്ഞ തവണ വെള്ളി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നെങ്കിലും ഇത്തവണ സ്വർണം നേടിയെടുക്കാനുള്ള തീവ്ര പരിശീലനത്തിലാണ് ടീം. അവർക്കൊപ്പം അഷിൻ ഡിയാഗോയുണ്ട്. കാണാം. ഉത്തരാഖണ്ഡിൽ 28-ാം തീയതി ദേശീയ ഗെയിംസിന് തിരിതെളിയുകയാണ്. അതിന് മുന്നോടിയായി അതിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ കുട്ടികളുടെ നേതൃത്വത്തിൽ തീവ്രമായ ഒരു പരിശീലനമാണ് നടക്കുന്നത്. പക്ഷേ ഇവർക്കൊരു ചെറിയ ആശങ്കയുണ്ട്. കാരണം 27-ാം തീയതിയാണ് ഇവരുടെ മത്സര ഇനങ്ങൾ ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായി ഇവരെ എങ്ങനെ അവിടെ എത്തിപ്പെടും എന്നുള്ള കാര്യത്തിലാണ്. ഇതുവരെ ഫ്ലൈറ്റ് ടിക്കറ്റിൽ പോലും ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവർ പ്രതീക്ഷയിലാണ്. സ്വർണം നേടിയെടുക്കുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ്. കഴിഞ്ഞ തവണ സിൽവർ ആയിരുന്നില്ല, ഇത്തവണ ഗോൾഡ് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. പരിശീലനമൊക്കെ എങ്ങനെയാണ്? നന്നായിട്ട് പോകുന്നുണ്ട്. രാവിലെ 6 to 9 വരെ ക്യാമ്പുണ്ട്. പിന്നെ ഈവനിങ് സെക്ഷൻ ഉണ്ട്, അതോടെ സെക്കൻഡ് സെക്ഷനുണ്ട്. ഞങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ക്യാമ്പെല്ലാം പോകുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെ വഹിക്കുന്നത്? നിങ്ങൾ തന്നെയാണോ? ഇപ്പോൾ നിലവിൽ ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് ഫണ്ട് ഇതുവരെ അനുവദിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിക്കറ്റിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ പേടിയുണ്ടോ? കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ തന്നെയാണ് കൂടുതലും ഇതെല്ലാം എടുത്തത്. ഞങ്ങൾക്ക് സിൽവർ മെഡൽ വന്നിട്ട് തന്നെ 1.5 ലക്ഷം രൂപ ബാക്കി ഇവൻറ്റുകാർക്കൊക്കെ കിട്ടി. അവരെ ഫസ്റ്റ് വന്ന ടീമിന് 2, സെക്കൻഡ് വന്ന ടീമിന് 1.5, തേർഡിന് 1 എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ ഇതുവരെ അനുവദിച്ചിട്ടില്ല. കൗൺസിലിൽ നിന്നായാലും ഒരു രീതിയിലും കിറ്റ് പോലും നമുക്കുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. ഇവിടെ കോച്ച് കൂടി നമുക്കൊപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം അത് ഞങ്ങൾ വൈസ് പ്രസിഡൻ്റായിട്ടും പ്രസിഡൻ്റായിട്ടും സംസാരിച്ചിരുന്നു. അവർ പോസിറ്റീവായിട്ട് നിൽക്കാനാണ് ഞങ്ങളടുത്ത് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോകുന്നത് ഗോൾഡ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത്. കുട്ടികളെല്ലാം തികഞ്ഞ പ്രതീക്ഷയിലാണ്. ഇത്തവണ സ്വർണം ഉറപ്പിച്ച് തന്നെയാണ് അവർ ഇറങ്ങുന്നത് അല്ലേ? നമ്മൾ കഴിഞ്ഞ ഗോവ നാഷണൽ ഗെയിംസിന് നമുക്ക് സിൽവർ മെഡൽ ചെറിയ പോയിന്റിലാണ് നമ്മൾ ഗോൾഡ് മെഡൽ കിട്ടാതെ പോയത്. കുട്ടികളൊക്കെ വളരെ ഗോൾഡ് മെഡൽ കിട്ടാനുള്ള ആവശ്യത്തിലാണ്, അവർ സന്തോഷത്തിലുമാണ്. കുട്ടികളെല്ലാം തികഞ്ഞ പ്രതീക്ഷയിലാണ്. ഗോൾഡ് ഉറപ്പിച്ച് തന്നെയാണ് അവരുടെ പരിശീലനവുമെല്ലാം. വീഡിയോ ജേർണലിസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ടർ അഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.